വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മൾ ഇന്ന് മാത്സ് ആണ് എടുക്കാൻ പോകുന്നത്. മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് പോർഷൻസ് മാത്രമേ മിസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതും കൂടി നമുക്ക് പഠിക്കണം. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യും 2-3 ദിവസം കൊണ്ട് തന്നെ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മൾ പേജ് നമ്പർ 21 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇപ്പോൾ 22 ആണ് ഇനി. 22 അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നല്ല ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണെന്ന് കാണാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4ലെ ക്വസ്റ്റ്യൻ. കണ്ടെല്ലാവരും? ഇൻ ട്രയാങ്കിൾ ABC and triangle PQR shown below, AB equal to QR, BC equal to RP, CA equal to PQ. ഈ മൂന്നെണ്ണം തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടല്ലോ എല്ലാവരും. ഈ ട്രയാങ്കിളിൽ നോക്കൂ, ഈ ട്രയാങ്കിൾ അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? AB ഈക്വൽ ടു QR അല്ലേ? AB എന്ന് പറയുന്ന ഇതാണ്, ഈ വലിയ സൈഡാണ് AB. QR എന്ന് പറയുന്ന ഇപ്പുറത്തെ സൈഡ്. BC ഈക്വൽ ടു RP. BC കണ്ടല്ലാരും, ഇതാണ് BC, ഇതാണ് RP. ദെൻ CA ഈക്വൽ ടു PQ. CA എന്ന് പറഞ്ഞാൽ ഇതാണ്, PQ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ മാർക്ക് ചെയ്യാത്തൊരു സൈഡുണ്ട്, കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റിലാണ് മിസ്സിൽ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി CD ആൻഡ് PS ഈക്വൽ. CD എന്ന് പറഞ്ഞ ഇത് കണ്ടല്ലോ, ഇതാണ് CD. ഈ CDയും ഈ PSും ഈക്വൽ ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ CDയും PSും ഈക്വൽ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് ABC എന്ന ട്രയാങ്കിളും PQR എന്ന ട്രയാങ്കിളും കൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ എന്താ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാമോ? We have to prove that triangle ABC and triangle PQR are congruent. Then we can say that angles of triangle ABC must be equal to angles of triangle PQR. Right? അപ്പോൾ നമുക്ക് ആംഗിൾ ഈക്വൽ ആണെന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ വലിയ ട്രയാങ്കിൾ എടുത്തിട്ട് എന്താ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അത് രണ്ടും കൺഗ്രുവൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ സൈഡിൽ എഴുതിയാലോ നിങ്ങൾക്ക് മനസ്സിലാവുമോ? എളുപ്പമല്ലേ? അല്ലെങ്കിൽ ഞാൻ വരച്ചിട്ട് എഴുതേണ്ടി വരും. സൈഡിൽ എഴുതാം, വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. നോക്കൂ, ഇവിടെ വലിയ ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? AB ഈക്വൽ ടു QR. റൈറ്റ്? ഇത് ഗിവൺ ആണ് കേട്ടോ, അതൊക്കെ തന്നിട്ടുള്ളതാണ്. ദെൻ AC ഈക്വൽ ടു PQ തന്നതല്ലേ? AC ഈക്വൽ ടു PQ. അടുത്തെന്താ തന്നിട്ടുള്ളത്? BC ഈക്വൽ ടു RP. BC ഈക്വൽ ടു RP. ഇപ്പം 3 സൈഡ്സ് എന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ച തിയറം ഉണ്ടല്ലേ, SSS തിയറം, സൈഡ് തിയറം. SSS എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഓഫ് 3 സൈഡ്സ് ഓഫ് 1 ട്രയാങ്കിൾ ഈക്വൽ ടു 3 സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദ ട്രയാങ്കിൾസ് ആർ സെഡ് ടു ബി കൺഗ്രുവന്റ്. നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ABC and triangle PQR are congruent. അപ്പം നമുക്ക് കിട്ടി. ഇനി കൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ഇവിടെ ഈക്വൽ ആയിട്ട് വരിക? ഏതൊക്കെ ആംഗിളാണ് ഈക്വൽ ആയിട്ട് വരിക? ഈ സൈഡിനോട് ഓപ്പോസിറ്റ് ആയ ആംഗിളാണ് ആംഗിൾ A. അതേപോലെ ഇതിനോട് ഓപ്പോസിറ്റ് ആയ ആംഗിളാണ് ആംഗിൾ Q. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ A is equal to ആംഗിൾ Q എന്ന് എഴുതാം. എഴുതിക്കൂടെ? പിന്നെന്ത് എഴുതാം? ആംഗിൾ B എങ്ങനെയാണ് വരിക? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ആംഗിൾ B ഇവിടെയാണ്. അതേപോലെ ഏതാ സൈഡ്? AC is equal to PQ. AC is equal to PQ എന്നല്ലേ? PQന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്, ആംഗിൾ R എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ B is equal to ആംഗിൾ R. ദെൻ ആംഗിൾ C is equal to ആംഗിൾ P. 3 കിട്ടിയല്ലോ നമുക്ക്. റൈറ്റ്? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ Q കിട്ടി, ആംഗിൾ B is equal to ആംഗിൾ R കിട്ടി, ആംഗിൾ C is equal to ആംഗിൾ P കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ആർ CD ആൻഡ് PS ഈക്വൽ Y എന്നുള്ളതാണ്. അപ്പോൾ CDയും PSും ഈക്വൽ ആണോ എന്ന് നോക്കണം.
അപ്പോൾ അതിന് നമുക്ക് വേറൊരു ഫിഗർ വരച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു ഫിഗർ വരയ്ക്കാം കേട്ടോ. നോക്കൂ, അപ്പോൾ നമ്മളെ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്തെന്നുള്ളത് ഞാൻ നമ്മളെ ചിത്രം ഒന്നുകൂടെ വരയ്ക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കൂ, ഇതായിരുന്നു നമുക്ക് തന്നിട്ടുള്ള ചിത്രം. ഇതായിരുന്നു, ഇത് AB ആണ്, ഇത് C, ഇത് ഏതാ പോയിന്റ് CD. ഇതിനടുത്തൊരു ഫിഗർ ഇങ്ങനെയായിരുന്നു, ഇങ്ങോട്ട് ഇത് PQR ആണ്, ഇത് S എന്ന പോയിന്റ്. അപ്പം നമ്മൾ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തല്ലോ. ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ആംഗിൾസ് ആയിരുന്നു ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തെന്നുള്ളത്? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയ ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് CDയും PSഉം ഈക്വൽ ആണോ എന്നാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നോട്ട്ബുക്ക് കയ്യിൽ വെച്ചതിന് ശേഷം മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അത് മിസ് പറഞ്ഞ കേട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല കേട്ടോ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ബുക്ക് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾക്കിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സൈൻ കൊടുത്തു. എന്താ, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആംഗിള് 90 ആണ് അതിൻ്റെ അർത്ഥം. പെർപെൻഡിക്കുലർ ആണ്, അതായത് ABയുടെ പെർപെൻഡിക്കുലർ ആണ് CD. അതേപോലെ QR-ന്റെ പെർപെൻഡിക്കുലർ ആണ് PS എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പം ഇത് എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഏതൊക്കെ ട്രയാങ്കിൾസ് നമുക്ക് CD നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? CD is equal to PS എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. CDയും PSഉം ഈക്വൽ ആണോ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കുന്നതെന്ന് അറിയോ? ട്രയാങ്കിൾ ACD ആൻഡ് ട്രയാങ്കിൾ PQS. അത് രണ്ടുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? AC is equal to നമുക്ക് തന്നിട്ടുണ്ട്. AC is equal to PQ തന്നതല്ലേ? AC is equal to PQ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ അറിയാം? AC is equal to, വേറെ നമുക്കൊന്നും അറിയില്ല. ഒരു ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾസ് കൺഗ്രുവൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? CDയും PSഉം ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് 3 കാര്യങ്ങളാണ് നമുക്കറിയാം. എന്തൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ എന്തായിരിക്കണം? 3 സൈഡ്സ് അല്ലെ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സുമായിട്ട് ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താ അറിയാൻ പറ്റുക? ഒരു സൈഡും ആ സൈഡിലുള്ള 2 ആംഗിൾസും അല്ലെ, അല്ലെങ്കിൽ 2 സൈഡും അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ആംഗിളും. ഇതിലിപ്പോൾ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നോക്കൂ, ഇത് 90 ഡിഗ്രി ആണല്ലോ. നമുക്ക് ഒരു കാര്യം അറിയാം, ഒരു ട്രയാങ്കിളിന്റെ സം എത്ര നിങ്ങൾക്കറിയാം? 180 ഡിഗ്രി ആണെന്നറിയാലോ. അതിൽ ഒരു ആംഗിൾ, ഈ ആംഗിൾ 90 ആണെങ്കിൽ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരണം? 90 വരണ്ടേ? അങ്ങനെയാണെങ്കിൽ മിസ് ഈ A എന്ന ആംഗിളിനെ X എന്നെടുത്തു. ഈ AX ആണെങ്കിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, A is equal to Q നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തതാണ് അല്ലേ? ആംഗിൾ A is equal to ആംഗിൾ Q നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ആംഗിൾ A is equal to ആംഗിൾ Q. അപ്പം ഇത് X ആണെങ്കിൽ ഇത് X ആയിരിക്കുമല്ലോ, ശരിയല്ലേ? അപ്പോൾ ആംഗിൾ A is equal to ആംഗിൾ Q is equal to X. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ CACD എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് പറയുന്നത് ഈ സൈഡാണ്. ഓക്കെ, ഈ സൈഡും ഈക്വൽ ആണെന്നാണ് നമുക്ക് അറിയുന്നത്. ഇനി മിസ് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ ആംഗിളാണ്. ഏത് ആംഗിൾ എന്നറിയാം? ഈ ആംഗിൾ നോക്കൂ, ഈ ആംഗിളും ഈ ആംഗിൾ, സോറി ഈ ആംഗിൾ അല്ലാട്ടോ, ഈ ആംഗിൾ, ഇതല്ല കേട്ടോ. നോക്കൂ, ഈ ആംഗിളും ഈ ആംഗിളും, അതായത് ഈ ആംഗിൾ എത്രയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് രണ്ടും കൂടെ മൊത്തം 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. അതിൽ ഈ ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടണ്ടേ? ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടണ്ടേ? ഒന്ന് X ആണെങ്കിൽ മറ്റേത് എത്രയായിരിക്കും? ആംഗിൾ ACD എന്ന് പറഞ്ഞാൽ 90 മൈനസ് X എന്ന് എടുക്കാമല്ലോ നമുക്ക്, അല്ലേ? 90 മൈനസ് X എടുത്തൂല്ലോ, കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 90 കിട്ടണം. അപ്പോഴേ നമുക്ക് ആ 90 ഈ 90 ചേർത്തിട്ട് 180 കിട്ടുള്ളൂ. അപ്പോൾ ആംഗിൾ ACD നമുക്ക് 90 മൈനസ് X എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ QPS എത്ര തന്നെയായിരിക്കും? QPS ഈസ് ഓൾസോ 90 മൈനസ് X. ഇത് വേറെ വഴിയുണ്ട് കേട്ടോ. 180 മൈനസ്
90 മൈനസ് എക്സ് ഒക്കെ എടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വഴിയിലൂടെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്, ഇതിൽ എളുപ്പ വഴികളില്ല. അപ്പോൾ ഈ ഒരു ആംഗിൾ ഓൾറെഡി 90 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടണം. അതിൽ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ മറ്റേ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ 90യും എക്സും 90 മൈനസ് എക്സും ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. ഷുവർ ആണ്. മിസ് എഴുതി കാണിക്കണം. ഇവിടെ കിട്ടുമെന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് തന്നെ എഴുതി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് സംശയം വേണ്ട. 180 കിട്ടുമോ നമുക്ക് നോക്കാമല്ലോ. റൈറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി നോക്കൂ. നമുക്കിപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? ഒരു സൈഡ് കിട്ടി അല്ലേ? ഈ ഒരു സൈഡ് കിട്ടി. ആ സൈഡിലുള്ള 2 ആംഗിൾസ്, ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിൾസും കൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞൂടെ? കാരണം എന്താണ്? ഒരു സൈഡും അതേ സൈഡിലത്തെ 2 ആംഗിളും കിട്ടി. അപ്പോൾ ഏത് പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് ഇക്വേഷൻ 1 കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും അതല്ലേ, ഇത് രണ്ടും കൂടി ഇക്വേഷൻ 3. അപ്പോൾ ഫ്രം 1, 2 and 3 നമുക്ക് ഏത് പറയാം? ട്രയാങ്കിൾ എ സി ഡി ആൻഡ് ട്രയാങ്കിൾ പി ക്യു എസ് ആർ കൺഗ്രുവൻ്റ് എന്ന് പറയാം. കൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൽ എന്താ ഗുണം? കൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സി ഡി ഈസ് ഈക്വൽ ടു പി എസ് എന്ന് പറഞ്ഞൂടെ? എന്താ കാരണം? സി ഡിയും പി എസ് ഈക്വൽ ആവാൻ കാരണം എന്താണ്? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അതായത് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. നമ്മൾ പഠിച്ചിട്ടില്ലേ? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പഠിച്ചില്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്. റൈറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. 2ഉം ഈക്വൽ ആണെന്ന് കിട്ടും. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്? ഒന്നും പ്രയാസമൊന്നുമില്ല. ആദ്യം വലിയ ട്രയാങ്കിൾ 2ഉം കൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. വലിയ ട്രയാങ്കിൾസ് 2ഉം കൺഗ്രുവൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? 3 ആംഗിൾസും മറ്റേ ട്രയാങ്കിളിലെ 3 ആംഗിൾസുമായിട്ട് ഈക്വൽ ആണ്. നമുക്കിവിടെ 3 ആംഗിളിൽ നിന്ന് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഒരേ ഒരു ആംഗിളാണ്, ആംഗിൾ എ മാത്രം. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ ട്രയാങ്കിളും പി ക്യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ ട്രയാങ്കിളും കൺസിഡർ ചെയ്തു. അതിൽ സി ഡിയും പി എസും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമുക്ക് ഒരു ആംഗിൾ മാത്രം 90 തന്നിട്ടുണ്ട്. ആ ആംഗിൾ 90 ആണെങ്കിൽ മറ്റ് 2 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 90 കിട്ടണം. അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ എക്സ് എടുത്തു, മറ്റേ ആംഗിൾ 90 മൈനസ് എക്സ് എടുത്തു. ഈ 2 ആംഗിളും ഉള്ള സൈഡാണ് എ സി. എ സി എന്നൊരു സൈഡും ആ സൈഡിലുള്ള 2 ആംഗിളും കിട്ടി. എസ് എ ആണ് നമ്മളെ തിയറം. മനസ്സിലായ? എന്താണ്? 1 സൈഡ് ആൻഡ് 2 angles in that side is equal to the corresponding sides of another triangle, then they are congruent. അപ്പോൾ അത് രണ്ടും കൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇത് രണ്ടും കൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ അല്ലേ? അതില്ലേ 2ഉം എക്സ് അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സി ഡിയും പി എസും. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ? ഈ ഏരിയ തമ്മിലുള്ള റിലേഷൻ എന്താണ്? അത് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താ നമുക്ക് ഏരിയ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ 2 ട്രയാങ്കിൾസിലെ നമുക്ക് തന്നിട്ടുള്ളത്. ഏതൊക്കെ ട്രയാങ്കിൾ? എ ബി സിയും പി ക്യു എസ്. മിസ് ഒന്നുകൂടെ റഫായിട്ട് വരയ്ക്കാം. ഇതാണ് ട്രയാങ്കിൾ. വയലറ്റ് കളറാണ് നല്ലത് അല്ലേ? കാണാൻ ഭംഗി വയലറ്റ് അല്ലേ? അപ്പോൾ എ ബി സി. ഇപ്പം ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡി. ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. ഏതാണ്? ട്രയാങ്കിൾ പി ക്യു ആർ. ഇവിടെ ഒരു ഇത് കൊടുത്തു. 90 ഡിഗ്രിയാണ് അല്ലേ? 90 ഡിഗ്രിയാണ്. ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആർ. എങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. പഠിച്ചിട്ടില്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡാണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ ബേസ് എടുത്തിട്ടുള്ളത് ആ ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് എന്ത് പറയുക? ഓൾട്ടിറ്റ്യൂഡ്. ഏതെങ്കിലും എടുക്കാൻ പാടില്ല. ഏതാണോ ബേസ് അവിടേക്ക് തന്നെ എടുക്കണം. മനസ്സിലായി? അപ്പോൾ ട്രയാങ്കിൾ എ ബി സിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. ഏതാണ് ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ബേസ്? ഇതാണ് എ ബി ഇൻറ്റു അവിടേക്കുള്ള പെർപെൻഡിക്കുലർ എന്താണ്? സി ഡി.
റൈറ്റ്. ഇനി ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്താണ്? ഹാഫ് ഇൻറ്റു ഇവിടെ എവിടേക്കാണ് നമുക്ക് 90 തന്നിട്ടുള്ളത്? ക്യു ആറിലേക്കാണ്. പി ക്യൂക്ക് എടുക്കാം, പക്ഷെ അവിടേക്ക് നമുക്ക് എച്ചില്ല, ഹൈറ്റ് ഇല്ല. അപ്പം നമുക്ക് ഏതിലേക്കാണോ ഓൾട്ടിറ്റ്യൂഡ് തന്നത് ആ ഓൾട്ടിറ്റ്യൂഡ് തന്നെ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് തന്നെ ഏതാണ്? ക്യു ആർ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു ഏതാണ്? പി എസ്. ഇവിടെ എസ് ഉണ്ട് കേട്ടോ, പി എസ് ഉണ്ട്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ഏരിയ ഈക്വൽ ആണ്. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഓൾറെഡി. പ്രൂവ് ആണ് എന്താണ്? എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ. ഇത് നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ എന്ന് ഗിവൺ ആണ്. ദെൻ സി ഡിയും പി എസും ഈക്വൽ ആണ്, നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? സി ഡി ഇസ് ഈക്വൽ ടു പി എസ്. ഇത് നമ്മൾ പ്രൂവ്ഡ് ആണ്. ദിസ് ഇസ് പ്രൂവ്ഡ്. ഇത് പ്രൂവ് ചെയ്തു, ഇത് ഗിവൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും നമുക്ക് എന്ത് പറയാം? Therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഈ രണ്ടെന്നും നമുക്ക് പറയാം കേട്ടോ. ഇത് രണ്ട് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ ഫ്രം ദിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 1 എന്നും ഇതിനൊരു 2 എന്നും കൊടുക്കാം. ഇത് റൈറ്റ് സൈഡിലായിട്ട് കൊടുക്കണം. ഇതെന്താണ്? ഫ്രം 1 and 2. ഈ 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. മനസ്സിലായോ? ഇത് നിങ്ങൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്നറിയോ? ഏരിയ ഓഫ് കൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഏത് രണ്ട് കൺഗ്രുവന്റ് ട്രയാങ്കിളുടെ ഏരിയയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മറന്നു പോകരുത്. ഏരിയ ഓഫ് കൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. മിസ്സിന് ഒരു കാര്യം പറയാനുള്ളത്, മിസ് ഒരു ഓൺലൈൻ ട്യൂഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറയാമൊക്കെ ചെയ്യാം. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം. ഇതിലൊരു ലിങ്ക് ഉണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം. സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് കിട്ടാത്ത ആൾക്കാർ ചെറിയൊരു ഫീസ് ഉണ്ട്. ഒരു സബ്ജക്റ്റിന് 100 രൂപ, എത്രയേ ഉള്ളൂ ഫീസ്. ഫിസിക്സിന് 100, കെമിസ്ട്രിക്ക് 100, മാത്സിന് 100, 300 രൂപ. നിങ്ങൾ നഷ്ടമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. 300 രൂപ. അപ്പോൾ ഇനി സമയമൊന്നുമില്ല. അപ്പം ഇപ്പം തന്നെ 3 മാസമായി. വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള, ചിന്തിച്ച് നിൽക്കാനൊന്നും സമയമില്ല. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ മാത്സൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കമൻറ്റിൽ ഇട്ടാൽ മിസ് അതിന് മറുപടി തരാം. ഡോണ്ട് വറി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലായിട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷോൺ ബിലോ the sides AB and CD are parallel. ഏതാണ്? രണ്ട് സൈഡ് ഉണ്ട് ഇവിടെ. എ ബി എന്ന സൈഡും സി ഡി എന്ന സൈഡും ഉണ്ട്. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് ബി സി. ചിത്രം കണ്ടോ? ഫിഗർ കണ്ടോ? ദ ലൈൻസ് ഡി എം ആൻഡ് എ ബി എക്സ്റ്റെൻഡ് മീറ്റ് അറ്റ് എൻ. എന്നിലാണ് മീറ്റ് ചെയ്യുന്നത്. ആർ ദി ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ ബി എം എൻ ഈക്വൽ. ട്രയാങ്കിൾ ഡി സി എമ്മിൻ്റെ ഏരിയയും ട്രയാങ്കിൾ ബി എമ്മിൻ്റെ ഏരിയയും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏതാ ട്രയാങ്കിൾ? ഇതാണ്. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിൾ അതിൻ്റെ ഏരിയ ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. എന്താ ചെയ്യാം? നമുക്ക് ചെയ്ത് നോക്കിയാലോ? വളരെ എളുപ്പമാണ്, ഒന്നുമില്ല പ്രയാസം. ഇവിടെ തന്നെ ഞാൻ എഴുതി ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സിമ്പിൾ ആണ്. ഏതൊക്കെ സൈഡ്സ് ആർ പാരലൽ? ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണല്ലോ കേട്ടോ. ദീസ് സൈഡ്സ് ആർ പാരലൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. പാരലൽ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഒന്നുകിൽ അവിടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ടാവും അല്ലേ? അതിനാണ് നമ്മൾ പാരലൽ എന്ന് പൊതുവേ പറയുക. നോക്കൂ. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സൈഡ് ബി സി. ബി സി എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് കേട്ടോ അത് എം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. ആർ ദി ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ബി എം എൻ ഈക്വൽ വൈ. അപ്പം ഈ ഏരിയ ഈക്വൽ ആവണമെങ്കിൽ ഒന്നുകിൽ നമുക്കറിയാം ഒരു ഇക്വേഷൻ ഉണ്ട്, ഹാഫ് ബി എച്ച്. ആ ബി എച്ച് ഒന്നും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ബേസിനൊന്നും ഓൾട്ടിറ്റ്യൂഡ് എവിടെയും തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വേറൊരു വഴി ഉണ്ടല്ലോ. എന്താ വഴി? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ കൺഗ്രുവൻറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയാസ് ഓഫ് കൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, റൈറ്റ്? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യാം? നോക്കൂ.
അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട, ഇപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകണം? ഈ ചെറിയ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഏരിയ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എന്താ പ്രൂവ് ചെയ്യേണ്ടത്? രണ്ടും കൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ളത് നോക്കൂ, ഇതും രണ്ടും ഈക്വൽ ആണ്. ഏതാ രണ്ടും ഈക്വൽ? സി എമ്മും എം ബിയും ഈക്വൽ ആണെന്ന് എഴുതാം. എന്തുകൊണ്ടാണ് സി എം ഈക്വൽ ടു എം ബി ഈക്വൽ ആയത്? ഗിവൺ അതിൽ തന്നിട്ടുണ്ട് സി എം ഈക്വൽ ടു എം ബി എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ് ബി സി. ബി സി എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ റീസൺ എന്താ എഴുതേണ്ടത്? എം ഈസ് ദ മിഡ് പോയിന്റ്. അത് എഴുതി. ഇനി അടുത്ത് നോക്കൂ. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആംഗിളും ഈ ആംഗിൾ നമുക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? ഏതാ ആംഗിൾ? ആംഗിൾ ഡി എം സി. ആംഗിൾ നിങ്ങൾ കണ്ടോ? ഡി എം സി. ഇതാണ് ഡി എം സി എന്നുള്ള ആംഗിൾ. ഈ ആംഗിളും ഈക്വൽ ആണ്. എന്താ ആ രണ്ട് ആംഗിൾ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. എളുപ്പല്ലേ? ആംഗിൾ എൻ എം ബി എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. ഇപ്പം നമുക്ക് ഒരു സൈഡും ഒരു ആംഗിളേ കിട്ടിയിട്ടുള്ളൂ. ഇനി മറ്റേ ആംഗിൾ കിട്ടണം. ഈ ആംഗിൾ ഈക്വൽ ആവും. എന്താ കാരണം? നമ്മൾ പഠിച്ചതാണ്. ഇത് എ ബി അല്ലെങ്കിൽ എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും പാരലലാണ് അല്ലെ? രണ്ട് പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈനൂടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആവൂലേ? ആംഗിൾ ഡി സി എം സി ഈക്വൽ ടു ആംഗിൾ എം ബി എൻ. എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഒന്നുകൂടെ മിസ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, ഒരു സൈഡ് കിട്ടി അല്ലേ? ഈ സൈഡ് കിട്ടി, ഈ സൈഡിലുള്ള ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി, ഈ ആംഗിൾ. മനസ്സിലായോ? ഒരു സൈഡും അതേ സൈഡിലുള്ള രണ്ട് ആംഗിൾസും കിട്ടി. ആ രണ്ട് ആംഗിൾസും കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാംഗിൾസും കൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞൂടെ? വളരെ എളുപ്പം. ആംഗിൾ ഡി സി എം ആൻഡ് ട്രയാംഗിൾ എൻ ബി എം ആർ congruent. So their areas are equal. എന്താ പ്രയാസം? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി, റൈറ്റ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഏരിയാസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ആൻഡ് ട്രയാങ്കിൾ എ ഡി എൻ? ഇപ്പോൾ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് അവിടെ അല്ലേ? ട്രയാങ്കിൾ എ ഡി എൻ. ഇതാണ് ട്രയാങ്കിൾ എ ഡി എൻ, വലിയ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ എ ഡി എന്നിൻ്റെ ഏരിയയും ക്വാഡ്രിലാറ്ററൽ, ഏതാ ക്വാഡ്രിലാറ്ററൽ എന്നറിയാൻ മിസ്? ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ക്വാഡ്രിലാറ്ററൽ എ ഡി സി ബി ഇതിൻ്റെ ഏരിയ, ഈ രണ്ട് ഏരിയയും ഈക്വലാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്കത് നോക്കിയാലോ? എന്നാൽ പ്രൂവ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി ഏരിയാസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററൽ ഏരിയയും പിന്നെ എന്താണ്? ട്രയാങ്കിൾ എ ഡി എൻ. ട്രയാങ്കിൾ എ ഡി എന്നിൻ്റെ ഏരിയയും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ? എ ബി സി ഡി, റൈറ്റ്? ഇതാണ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിൻ്റെ ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? നമുക്ക് ഈ ഒരു ഏരിയ കണ്ട, ഇത്രയും ഭാഗത്തെ ഈ ഏരിയയുടെ കൂടെ ഏത് ഏരിയ ആഡ് ചെയ്താൽ മതി? ഈ ഏരിയയുടെ കൂടെ ഈ ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഏരിയ ഓഫ് എ ബി സി ഡി ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി അത് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏരിയ ഓഫ് എ ബി എം ഡി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എം അതാണ് ചെയ്യുന്നത് കേട്ടോ. ഏരിയ ഓഫ് എ ബി സി ഡിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എമ്മും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡി കിട്ടും. ഇനി നോക്കൂ, നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ട എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എൻ. എ ഡി എൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതാണ് എ ഡി എൻ. ഈ വലുത് ഇതാണ് എ ഡി എൻ. ഇതാണ് എ ഡി എൻ. ഓക്കെ, ഇതാണ് എ ഡി എൻ. കണ്ടോ നിങ്ങൾ? എ ഡി എൻ വേറൊരു കളറിൽ മാർക്ക് ചെയ്ത് തരാം. ഇതാണ് എ ഡി എൻ. ഇതാണ് എ ഡി എൻ. കണ്ടോ? ഇതാണ് എ ഡി എൻ, റൈറ്റ്? എ ഡി എൻ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എൻ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഇതേ ഭാഗത്തിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, ഇതും കൂടെ ആഡ് ചെയ്യണം. മനസ്സിലായി? രണ്ടിലും കോമൺ ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഏരിയ ഓഫ് എ ബി എം ഡി വരുന്നുണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് ഇത്രയും ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇത് ആഡ് ചെയ്തു, രണ്ടാമത്തെ കേസിൽ ഇത് ആഡ് ചെയ്തു. അത്രേ വ്യത്യാസമുള്ളൂ, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എൻ. എ ഡി എൻ കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏരിയ ഓഫ് ഏതൊക്കെ? എ ബി എം ഡി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി എൻ എം. ഇനി ഡി സി എമ്മിൻ്റെ ഏരിയയും ബി എൻ എമ്മിൻ്റെ ഏരിയയും ഈക്വൽ ആണ്. നിങ്ങൾ നേരത്തെ പ്രൂവ് ചെയ്തല്ലോ അല്ലേ? ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എം ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി എൻ എം. ഇതിൻ്റെ റീസൺ എന്താ? പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണത്. ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്താണ്. ഇനി ഞങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടിലും ഏരിയ ഓഫ് എ ബി എം ഡി അല്ലേ? അത് രണ്ടിലും ഉണ്ട്, കോമൺ ആണ്. അതിലും ഫസ്റ്റത്തേലുണ്ട് സെക്കൻഡത്തേലുണ്ട്, രണ്ടും കോമൺ അല്ലേ? അപ്പോൾ ഈ ഏരിയയും ഈക്വൽ ആണ്, ഈ ഏരിയയും ഈക്വൽ ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ തന്നെയാണ് വരിക? ഈക്വൽ ആയിട്ടല്ലേ വരിക? അപ്പോൾ നമ്മൾ ഇതിനെ 1, 2, 3 ഇക്വേഷന് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ 1, സെക്കൻഡ് ഇക്വേഷൻ 2, തേർഡ് ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3. മൂന്നെണ്ണം കൊടുത്താൽ ഫ്രം 1, 2 and 3. ഈ മൂന്നിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? എ ബി സി ഡി. വലുത് അല്ലേ? എ ബി സി ഡി is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എൻ. അത് വളരെ എളുപ്പമാട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്? ഇനി നമുക്കിതിൽ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് നമ്മളെ ഈ പോർഷനിൽ. എന്താണെന്നറിയാം? ആർ ദ 2 ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ വൈ എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ദ 2 ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ. അപ്പോൾ മീൻസ് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. എന്താ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. അതിനാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയാം. അതിനെ നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ്സ്, എല്ലാ സൈഡ്സും ഈക്വൽ അല്ല, എല്ലാ സൈഡും ഈക്വൽ ആയ റെക്റ്റാങ്കിൾ എന്താ പറയാം? ഇറ്റ് ഇസ് സ്ക്വയർ. ഇനി എന്താ ഡയഗണൽ എന്ന് പറഞ്ഞാൽ? ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ, ഓപ്പോസിറ്റ് കോർണേഴ്സിനെ ചേർത്ത് വരയ്ക്കുന്ന ലൈനാണ് നമ്മൾ എന്ത് പറയുക? ഡയഗണൽ എന്ന് പറയാം. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഞാനിതിലൊരു പി ക്യു ആർ എസ് എന്ന് പേര് കൊടുത്താൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ആർ ഇസ് ഈക്വൽ ടു ക്യു എസ്. അത് നമ്മുടെ ചോദ്യം. ആർ ദ 2 ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ, എന്താണ് നമ്മളെ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ട്രയാങ്കിൾസ് എടുക്കുകയാണ് ഇവിടെ. 2 ട്രയാങ്കിൾസ്. ഏതൊക്കെ 2 ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുക? ഒന്ന് ഇവിടെ എടുക്കുക, 3 ട്രയാങ്കിൾ, ഇങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കുക. ഏതാണ്? പി എസ് ക്യു. ഇങ്ങനെ ട്രയാങ്കിൾ എടുക്കാം. എടുത്തൂടെ? കൂടാതെ നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ എടുക്കാം. ഇങ്ങനെ ട്രയാങ്കിൾ എടുത്താൽ ഏതാണ്? പി ക്യു ആർ. ഇങ്ങനെ മറ്റൊരു ട്രയാങ്കിൾ എടുക്കാം. ഈ 2 ട്രയാങ്കിൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? കൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ക്യു എസും പി ആറും ഈക്വൽ ആണെന്ന് കിട്ടും. ഇത് കൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ അറിയാം? പി ക്യു രണ്ടിലുണ്ട് അല്ലേ? രണ്ടിലുമുള്ളൊരു സൈഡാണ് പി ക്യു എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, പി ക്യു ഇസ് ഈക്വൽ ടു പി ക്യു എന്ന് പറയാം. ദെൻ അടുത്തത് പി എസ്. പി എസ് എന്ന് പറഞ്ഞാൽ ക്യു ആർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ദെൻ മറ്റൊരു കാര്യം എന്താണ്? ഇത് എല്ലാ ആംഗിൾസും എത്രയാണ്? എല്ലാ ആംഗിളും 90 ആണ്. എല്ലാ ആംഗിൾസും 90 ആണ്. ആംഗിൾ പി 90 ആണെങ്കിൽ ആംഗിൾ ക്യൂ 90 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 സൈഡും ആ 2 സൈഡിൻ്റെ ഇടയ്ക്കുള്ളൊരു ആംഗിളും കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എസ് എസ് എ എസ് അല്ലേ? സൈഡ് ആംഗിൾ സൈഡ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിൾസും കൺഗ്രുവൻ്റ് ആണെന്ന് പറയാം അല്ലേ? കൺഗ്രുവൻ്റ് ആയാൽ പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസിന് ഈക്വൽ ആയ സൈഡ് ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം കേട്ടോ. അത് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് വി ഹാവ് ടു പ്രൂവ് ആണ്. അപ്പോൾ ദെൻ നമുക്ക് എന്തൊക്കെ അറിയാം? വി കൺസിഡറിങ് 2 ട്രയാങ്കിൾസ് പി ക്യു എസ് ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ അല്ലേ? പി ക്യു ഇസ് ഈക്വൽ ടു പി ക്യു. ദിസ് ഇസ് കോമൺ സൈഡ്. കോമൺ ആണ്, രണ്ടിനുമുണ്ട്.
then PS is equal to QR. അതിൻ്റെ റീസൺ എന്താ എഴുതുക? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. നമുക്കറിയുന്ന കാര്യമല്ലേ? ദെൻ അടുത്തത് എന്താണ്? ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? പി ക്യു ആർ എസ് ഈസ് എ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾസും കൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞൂടെ? ട്രയാങ്കിൾ പി ക്യു എസ് ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ആർ കൺഗ്രുവൻ്റ്. കൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിമ്പിളായിട്ട് എന്ത് പറയാൻ പറ്റും? ക്യു എസ് ഇസ് ഈക്വൽ ടു പി ആർ അല്ലേ? എന്തുകൊണ്ടാണ് ക്യു എസ് ഇസ് ഈക്വൽ ടു പി ആർ ആയത്? ക്യു എസ് ഇസ് ഈക്വൽ ടു പി ആർ. എന്താ റീസൺ? സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇത് തന്നെ അതിൻ്റെ റീസൺ എന്താണ്? ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല രണ്ട് സൈഡ്സും, അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലോ? എന്താ പ്രൂവ് ചെയ്തത്? ഡയഗണൽസ് ഓഫ് എ ട്രയാങ്കിൾ ആർ റെക്റ്റാങ്കുലർ, സോറി ഡയഗണൽസ് ഓഫ് എ ട്രയാങ്കിൾ അല്ല റെക്റ്റാങ്കുലർ ഈക്വൽ. പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ പോർഷനത്തെ ക്വസ്റ്റ്യൻസ് ഫുള്ള് മിസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. മാത്സ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. ദെൻ ഐസോസെലസ് ട്രയാങ്കിളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഞാൻ ഇനി 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ മാത്സ് തന്നെയാണ് പഠിക്കുന്നത്. കാരണം എല്ലാവരും സെക്കൻഡ് ചാപ്റ്റർ എത്തി, നമ്മൾ ഇച്ചിരി ബാക്കിലായിപ്പോയി. അപ്പം ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സമയമൊന്നും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. മാത്സൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പം സമയം ഒട്ടും വേസ്റ്റ് ആക്കാൻ നമ്മളതിൽ സമയമില്ല. റൈറ്റ്? മിസ് തൽക്കാലം നിർത്തുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, ശരി.